ഡിയർ വ്യൂവേഴ്സ്, ഞാൻ മനോജ്. എൻ്റെ റിവ്യൂ വിത്ത് ഈവനിങ് ടീ എന്ന ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആ കേസ് റീഓപ്പൺ ചെയ്യും. 6 മാസങ്ങൾക്ക് മുമ്പ് കൊച്ചി വാർഫിൽ നിന്നും ഒരു ലോ കോളേജ് വിദ്യാർത്ഥിനിയുടെ മൃതദേഹം പോലീസ് കണ്ടെത്തി. ആനന്ദ് ശ്രീബാല. കാവ്യ കമ്പനി ആൻ മെഗാ മീഡിയയോടൊപ്പം നിർമ്മിച്ച പുതിയ ചിത്രം ആനന്ദ് ശ്രീബാല. വിഷ്ണുവിനെയാണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ക്രെഡിറ്റിൽ 2019 ഇറങ്ങിയ ദി ഗാംബിനോസും 2017 ഇറങ്ങിയ ഹിസ്റ്ററി ഓഫ് ജോയുമുണ്ട്. അദ്ദേഹം നടനുമാണ്, സംവിധായകനുമാണ്. ഒരുപക്ഷെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്നറിയില്ല, 19ാം നൂറ്റാണ്ടിലെ കണ്ണൻ ഗ്രൂപ്പ് അദ്ദേഹം ചെയ്ത ഒരു മികച്ച കഥാപാത്രമായിരുന്നു. ആനന്ദ് ശ്രീബാല പുതിയ ചിത്രം. ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് പ്രിയ വേണുവും നീത പിൻഡോവും ചേർന്നാണ്. അവരുടെ നൈറ്റ് ഡ്രൈവും മാളികപ്പുറവും മികച്ച ചിത്രങ്ങളായിരുന്നു. ഇതിൻ്റെ സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത് അഭിലാഷ് പിള്ളയാണ്. മ്യൂസിക് രഞ്ജിൻ രാജ്, വിഷ്ണു നാരായൺ ക്യാമറ, കിരൺ ദാസ് എഡിറ്റർ. ഈ ചിത്രത്തിൻ്റെ തിരശ്ശീലയിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നവർ ഇന്നത്തെ യുവതലമുറയിലെ ഏറ്റവും മികച്ച നടന്മാരിൽ ഒരാളായ അർജുൻ അശോക്, സൈജു കുറുപ്പ്, അപർണ ദാസ്, അജു വർഗീസ്, ധ്യാൻ ശ്രീനിവാസ്, മാളവിക മേനോൻ, സിദ്ദിഖ് എന്നുള്ളവരാണ്. ഒരു ലോ സ്റ്റുഡൻറ്റിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട കഥയാണ്. ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ സ്വഭാവമുള്ള ഒരു കഥ. നല്ലൊരു ചിത്രം എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ സിനിമയെ പറ്റി പറയാം. അർജുൻ അശോകും ഇന്ദ്രൻസും മികച്ച പ്രകടനം കാഴ്ചവെച്ചു. ഉടനീളം പ്രേക്ഷകരെ എൻഗേജ്ഡാക്കി നിർത്താൻ തിരക്കഥാകാരനും സംവിധായകനും കഴിഞ്ഞു. എഡിറ്റിംഗ് മികവുറ്റത്. ഈ ചിത്രത്തിൻ്റെ BGM ചിത്രത്തെ നല്ലൊരു എൻ്റർടൈനർ ആവാൻ സഹായിച്ചിട്ടുണ്ട്. വിഷ്ണുവിൻ്റെ സംവിധാനം അടിപൊളി. മൊത്തത്തിൽ കണ്ടിരിക്കാൻ പറ്റിയ ഒരു മികച്ച ത്രില്ലർ എന്ന് വേണമെങ്കിൽ പറയാം. ആനന്ദ് ശ്രീബാല ധൈര്യമായിട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു. എല്ലാവർക്കും ആസ്വദിക്കാൻ പറ്റിയ ഒരു നല്ല ക്രൈം ത്രില്ലർ എൻ്റർടൈനർ. മികച്ച സംവിധാനം, മികച്ച എഡിറ്റിംഗ്, മികച്ച സംഗീത സംവിധാനം, മികച്ച പ്രകടനം, ഇതെല്ലാം ചേർന്ന് നല്ലൊരു ചിത്രമായ ആനന്ദ് ശ്രീബാല എല്ലാവർക്കും ധൈര്യസമേതം പോയി കാണാവുന്നതാണ്.